ലോക്സഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി കേരള രാഷ്ട്രീയം ഇപ്പോൾ പ്രധാനമായിട്ടും ഉറ്റുനോക്കുന്നത് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇതിനിടയ്ക്ക് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. ത്രിതല പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് കാരണം കുറച്ച് നീണ്ടുപോയിരുന്നു. എങ്കിലും അതിന് 5 വർഷ കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് ത്രിതല പഞ്ചായത്തുകളിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ നടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പൊതു തെരഞ്ഞെടുപ്പ് അടുത്ത കേരള നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരിക്കുന്നു. കേരളത്തിൽ ആകെയുള്ള 20 സീറ്റുകളിൽ 18 സീറ്റും UDF നേടി. ഒരു സീറ്റ് BJPക്കും, ഒരു സീറ്റ് LDFനും വിശിഷ്ട്യ CPIMനും ലഭിച്ചു. വളരെ ഉയർന്ന ഒരു വിജയം നേടുവാൻ UDFന് സാധിച്ചു. വോട്ടിൻ്റെ ഷെയർ നോക്കിയാൽ LDFനേക്കാൾ ഏതാണ്ട് 7% വോട്ടുകൾ കൂടുതലായിട്ട് നേടാൻ UDFന് സാധിച്ചു. BJPക്കും അവരുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു. എന്നാൽ LDFന് 4% വോട്ടുകൾ കുറയുകയാണുണ്ടായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച്. ഈ ഒരു ട്രെൻഡ്, ഈ ഒരു പാറ്റേൺ, ഈ ഒരു ഇലക്ഷൻ ട്രെൻഡ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നിലനിൽക്കുമോ? അങ്ങനെയാണെങ്കിൽ LDFന് എത്ര സീറ്റ് ലഭിക്കും, UDFന് എത്ര സീറ്റ് ലഭിക്കും, NDA അഥവാ BJPക്ക് എത്ര സീറ്റ് ലഭിക്കും എന്നതിനെക്കുറിച്ച് പലരും പല ചർച്ചകളും നടക്കുന്നുണ്ട് അഥവാ നടത്തുന്നുണ്ട്. LDF UDF മത്സരമാണ് പ്രധാനമായിട്ടും കേരളത്തിൽ നടക്കുന്നത്. BJPക്ക് ഒരു 3ാം സ്ഥാനമുണ്ട്. അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ക്രമേണ കൂടി വരുന്നുണ്ട്. എന്നിരുന്നാലും നിർണായകമായ ഒരു ശതമാനത്തിലേക്ക് ഇതുവരെയും BJP എത്തിയിട്ടില്ല. അതുകൊണ്ട് പ്രധാനമായിട്ടും മത്സരം LDFും UDFും തമ്മിലാണ്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ട്രെൻഡുകൾ വെച്ച് നോക്കിയാൽ UDF വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരണം. അതായത് 140 സീറ്റുകളിൽ അവർക്ക് 100-ൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതേ പാറ്റേൺ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമോ? അല്ലെ അതിനു മുമ്പേ അങ്ങനെ ആവർത്തിച്ചിട്ടുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDFന് കേരളത്തിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ നിയമസഭയിൽ LDFനാണ് വലിയ ഭൂരിപക്ഷം ലഭിച്ചത്. അപ്പോൾ ചുരുക്കത്തിൽ ലോക്സഭയിലെ തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ, വോട്ടിംഗ് ശതമാനം, വോട്ടിംഗ് നിലവാരം, ഓരോ കക്ഷികൾക്കും ലഭിക്കുന്ന വോട്ടിൻ്റെ പെർസെൻറ്റേജ് എന്നിവയെല്ലാം അതേപടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണ് വർഷങ്ങളായിട്ട് കാണുന്നത്. കാരണം ആളുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ അവരുടെ ചിന്താഗതി എന്താണോ അത് മാറിയിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധാരണയായി വോട്ട് രേഖപ്പെടുത്തുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വേറെ വോട്ടിംഗ് പാറ്റേണാണ്. പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, അല്ലെ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ മറ്റൊരു പാറ്റേണാണ് കാണുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ രാഷ്ട്രീയമായ മത്സരം നേരിടും. അങ്ങനെയെങ്കിൽ ഇത്തവണയും LDF ഒരു 3ാം തുടർഭരണം ഉറപ്പിക്കുമോ? അതോ ഭരണം UDFന് ലഭിക്കുമോ?
ഒരു മൂന്നാമത് തുടർഭരണം ലഭിക്കുമെന്നാണ് ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കൾ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ അവകാശപ്പെടുന്നത്. കാരണം അതിനനുസൃതമായ രീതിയിൽ നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. കേരളത്തിൽ ഇതുവരെയുള്ള മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടിട്ടുള്ള മുഖ്യമന്ത്രിയാണ് ശ്രീമാൻ പിണറായി വിജയൻ. ഒരുപക്ഷെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് വിമോചന സമരം ഉൾപ്പെടെയുള്ള സമരത്തെ അഭിമുഖീകരിക്കുകയുണ്ടായി. കടുത്ത വിമർശനങ്ങളെ അദ്ദേഹം നേരിട്ടു. സമുദായ നേതാക്കന്മാരും മതപ്രമാണിമാരുമൊക്കെ അദ്ദേഹത്തിനെതിരായി അണിനിരക്കുകയും അവരുടെ സംഘടിത ശ്രമത്തിൻ്റെ ഫലമായിട്ട് ഒരു വിമോചന സമരം സംഘടിപ്പിക്കുകയും തുടർന്ന് പ്രസിഡന്റ് ഇടപെട്ട് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു. ഇന്ത്യയിൽ ഇതിനു മുമ്പ് 1959 മുമ്പ് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെയും പ്രസിഡന്റ് പിരിച്ചുവിട്ടിട്ടില്ല, പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയിട്ടില്ല. 1947 ശേഷം ആദ്യമായിട്ടാണ് ആർട്ടിക്കിൾ 356 സംസ്ഥാന എമർജൻസി എന്ന ഭരണഘടനയിലെ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് പ്രസിഡന്റ് EMS ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്നത്. അതായത് 1957 അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിനെ 2.5 വർഷക്കാലം മാത്രമേ പൂർത്തീകരിക്കാൻ സാധിച്ചുള്ളൂ. ആ 2.5 വർഷത്തിന് ശേഷം ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു. അങ്ങനെ ഒരു സംഭവം അന്നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ മെഷീനറി തകർന്നു, ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടായി, വെടിവയ്പ്പ് വരെ ഉണ്ടായി. തുടർന്ന് വിമോചന സമരം ശക്തി പ്രാപിച്ചു. അവസാനം ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു. അപ്പോൾ ചുരുക്കത്തിൽ അന്ന് രാഷ്ട്രീയമായി നോക്കിയാൽ കടുത്ത വിമർശനങ്ങൾ നേരിട്ട ഒരു മുഖ്യമന്ത്രിയായിരുന്നു EMS നമ്പൂതിരിപ്പാട്. കമ്മ്യൂണിസ്റ്റ് രീതിയിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ ആ ഗവൺമെൻറ് നടത്തി. പ്രത്യേകിച്ച് ഭൂപരിഷ്കരണം അവർ കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തെ നിരവധി പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു. കേരള എഡ്യൂക്കേഷൻ റൂൾസ് അല്ലെങ്കിൽ KER തുടങ്ങിയ ചട്ടങ്ങളൊക്കെ നിലവിൽ വന്നു. കേരള വിദ്യാഭ്യാസ നിയമത്തിലെ ഒരു വകുപ്പ് ഉപയോഗിച്ചാണ് സ്കൂളുകളെ നിയന്ത്രിക്കുന്ന ഇത്തരം നടപടികളൊക്കെ ഉണ്ടായത്. അതുകൂടാതെ ഡയറക്റ്റ് പേയ്മെൻറ്റ് എഗ്രിമെൻറ്റ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ സ്കൂൾ, കോളേജ് എന്നിവിടങ്ങളിൽ ഗവൺമെൻറ് നേരിട്ട് ശമ്പളം കൊടുക്കുന്ന ഒരു പദ്ധതി, അതിനാണ് ഡയറക്റ്റ് പേയ്മെൻറ്റ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അത് നിലവിൽ കൊണ്ടുവന്നത് ഈ ഗവൺമെൻറ്റാണ്. ഒന്നാമത്തെ EMS ഗവൺമെൻറ്റാണ്, ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. അങ്ങനെ നിരവധി പരിഷ്കരണങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്നു. ഭൂപരിഷ്കരണ രംഗത്തെ നിരവധി കാര്യങ്ങൾ കൊണ്ടുവന്നു. വ്യാവസായിക മേഖലയിലും വലിയ പുരോഗതിക്ക് അടിത്തറയിട്ടു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തെങ്കിലും അവയൊന്നും പരിഗണിക്കപ്പെടാതെ കടുത്ത വിമർശനങ്ങൾ EMS ഗവൺമെൻറ്റിനെ നേരിടേണ്ടി വന്നു. ഒരു സോഷ്യലിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന ജവഹർലാൽ നെഹ്റു തന്നെയാണ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാനായിട്ട് മുൻകൈ എടുത്തത്. അപ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഒറ്റയ്ക്കാണ് ഭരണം നടത്തിയിരിക്കുന്നത്. 2-3 സ്വതന്ത്രന്മാരുടെ പിന്തുണയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രധാനമായിട്ടും 5 പേരുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത്. ജസ്റ്റിസ് VR കൃഷ്ണയ്യരും ജോസഫ് മുണ്ടശ്ശേരിയൊക്കെ അങ്ങനെ സ്വതന്ത്രരായി വന്നിട്ടുള്ളവരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തിലല്ലാതെ സ്വതന്ത്രരായി മത്സരിച്ച് ജയിച്ചു വന്നവരാണ്. അവരുടെ എല്ലാം പിന്തുണയോടുകൂടിയാണ് ആ ഗവൺമെൻറ് അന്ന് അധികാരത്തിലിരുന്നതെങ്കിലും വിമോചന സമരം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു. കടുത്ത വിമർശനം നേരിട്ടു. അതിനുശേഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ശ്രീമാൻ പിണറായി വിജയൻ. അദ്ദേഹം പാർട്ടിയുടെ തലപ്പത്തിരിക്കുമ്പോൾ തന്നെ പാർട്ടിയിൽ ഭാഗീയത എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഭാഗീയത എന്ന് പറഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ തന്നെ 2 ചേരികൾ രൂപാന്തരം. അതായത് പഴയ ക്ലാസിക്കലായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗ്രൂപ്പും അതുപോലെ തന്നെ നവലിബറൽ ആശയങ്ങൾ വേണം എന്ന് വാദിക്കുന്ന ഒരു ഗ്രൂപ്പും തമ്മിലുള്ള ആശയപരമായ ഒരു പോരാട്ടത്തെയാണ് വിഭാഗീയത എന്ന് പറയുന്നത്. അല്ലാതെ വിമത പ്രവർത്തനമൊന്നും അതിനെ വിളിക്കാൻ പറ്റില്ല.
വി.എസ്. അച്യുതാനന്ദനെ പോലെയുള്ള പഴയകാല കമ്മ്യൂണിസ്റ്റുകളൊക്കെ ക്ലാസിക്കൽ കമ്മ്യൂണിസ്റ്റ് വക്താക്കളായി. എന്നാൽ ചൈനീസ് മോഡലുള്ള പരിഷ്കരണം വേണം എന്ന് വാദിക്കുന്ന മറ്റൊരു വിഭാഗം ഉണ്ടായി. ഇവർ തമ്മിലുള്ള ആ മത്സരത്തെയാണ്, ആശയപരമായ സംവാദത്തെയാണ് വിഭാഗീയത എന്ന് പറയും. അപ്പോൾ അങ്ങനെ വിഭാഗീയതയുടെ പേരിൽ ഒക്കെ കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ആ വിമർശനങ്ങൾക്ക് ഒരു പരിധിയില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയുടെ അവസാന കാലത്തെ സ്വർണ്ണക്കടത്ത് പോലെയുള്ള വിഷയങ്ങൾ വരികയും അതൊക്കെ കടുത്ത വിമർശനങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്തു. എന്നിരുന്നാലും കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഭരണ തുടർച്ച കൊണ്ടുവരുന്ന മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. ഇതിനു മുമ്പ് പല മുഖ്യമന്ത്രിമാരും ഉണ്ടായിരുന്നു. EMS മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവർക്കാർക്കും രണ്ടാമത് ഒരു ഗവൺമെൻറ്റിനെ തുടർച്ചയായി നയിക്കുവാനായിട്ട് അവസരം ലഭിച്ചില്ല. അത് ലഭിച്ചത് ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കെ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു, വീണ്ടും വിജയിച്ചു. ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം, 5 സീറ്റുകൾ കൂടുതൽ ലഭിച്ചു, 5.5 ലക്ഷം വോട്ടുകൾ കൂടുതൽ ലഭിച്ചു. അങ്ങനെ അദ്ദേഹം വീണ്ടും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി തീർന്നു. ഭരണ തുടർച്ച നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിനു മുമ്പേ കേരളത്തിലെ ഒരു പാറ്റേൺ വെച്ചുകൊണ്ട് നോക്കിയാൽ ഒരു UDF ഗവൺമെൻറ് വരും, ഒരു LDF ഗവൺമെൻറ്, തുടർന്ന് UDF, LDF, LDF, UDF, ഇങ്ങനെയുള്ള ഒരു പാറ്റേണാണ് കണ്ടുവന്നിരുന്നത്. ചെറിയൊരു ശതമാനം വോട്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വോട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ ഗവൺമെൻറ്റുകൾ ഈ രീതിയിൽ LDF, UDF ആയി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ മൂന്നാമതൊരു ശക്തിയായി കടന്നു വരാൻ ആർക്കും തന്നെ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. BJPക്കും ഇപ്പോഴും അതൊന്നും സാധിച്ചിട്ടില്ല. 2 വിഭാഗങ്ങളായിട്ടുള്ള LDF, UDF വോട്ട് ബാങ്കുകൾ പരിശോധിച്ചാൽ അവർക്ക് രണ്ടിനും തുല്യ ശക്തിയാണുള്ളത്. ഒരു വിഭാഗത്തിലും പെടാത്ത കുറേ വോട്ടർമാരുണ്ട്. പ്രത്യേകിച്ച് ഒരു 15% വോട്ടർമാർ ആ വിഭാഗത്തിൽ പെടുന്നവരാണ്. അവരുടെ വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ, UDF ഭരിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം വന്നു കഴിഞ്ഞാൽ അവർ LDF വോട്ട് ചെയ്യും. LDF ഭരിക്കുമ്പോഴും അതുപോലെ ഭരണവിരുദ്ധ വികാരങ്ങൾ വരും, അവർ UDF വോട്ട് ചെയ്യും. ആ 15% വോട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് LDFും UDFും തുല്യ ശക്തികളാണെങ്കിലും ഈ 15% വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാറി മാറി വരുന്നു. 15% വോട്ടെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. 15% വോട്ടുകളുടെ വ്യത്യാസം വന്നാൽ ഏകദേശം 40ഓളം സീറ്റുകളിൽ വരെ വ്യത്യാസം വരും. നിയമസഭയ്ക്ക് 30-നും 40-നും ഇടയിൽ സീറ്റുകൾ ആർക്കാണോ ഈ വോട്ട് കിട്ടുന്നത് അവർക്ക് കൂടുതലായി ലഭിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാറ്റേണാണ് കേരളത്തിൽ ആവർത്തിച്ചു വന്നിരുന്നത്. എന്നാൽ 2016 മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ ആ പാറ്റേൺ അട്ടിമറിക്കുകയും അദ്ദേഹത്തിന് അതിനെ മറികടക്കാൻ സാധിക്കുകയും കൂടുതൽ ജനപിന്തുണ ആർജിച്ചുകൊണ്ട് രണ്ടാമത് കേരളത്തിൽ അധികാരത്തിൽ വരുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ കടുത്ത വിമർശനം അദ്ദേഹം നേരിട്ടു. പക്ഷേ ഒരു ഭരണ തുടർച്ച നേടിയെടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അത് മറ്റാർക്കും കേരളത്തിൽ സാധിക്കാത്ത ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ വോട്ടിംഗ് പാറ്റേൺ അപ്പാടെ മാറ്റിമറിക്കാൻ, കാര്യമായി ചേഞ്ചസ് ഉണ്ടാക്കാൻ സാധിച്ച ഏക വ്യക്തി ശ്രീമാൻ പിണറായി വിജയനാണ്. അതിന് സമാനമായ മറ്റൊരു നേതാവ് അഥവാ മുഖ്യമന്ത്രി കേരളത്തിൽ ഇതിനു മുമ്പേ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ അവശേഷിക്കുന്ന ചോദ്യം, മൂന്നാമതും 2026 ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അധികാരം പിടിച്ചെടുക്കാൻ ഇടതുമുന്നണിക്ക് സാധിക്കുമോ? പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമോ? തുടങ്ങിയ കാര്യങ്ങളിൽ പലർക്കും ഉത്കണ്ഠയുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ പാറ്റേണൊന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ പോണില്ല. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ UDFൻ്റെ കയ്യിലിരുന്ന സിറ്റിംഗ് സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. തൃക്കാക്കരയിൽ നടന്നു, പുതുപ്പള്ളിയിൽ നടന്നു, പാലക്കാട്ട് നടന്നു. ഈ 3 സീറ്റുകളും UDFൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ്. PT തോമസ് തൃക്കാക്കര MLA ആയിരുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MLA ആയിരുന്നു. അദ്ദേഹം ദിവംഗതനായപ്പോൾ ഒരു ഒഴിവ് വന്നു. ആ ഒഴിവിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിജയിച്ചു. പുതുപ്പള്ളിയിൽ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ സീറ്റിൽ ഒഴിവ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ മകൻ പകരക്കാരനായി വരികയും മത്സരിക്കുകയും വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുകയും ചെയ്തു. ഇതുതന്നെയാണ് പാലക്കാട്ടെ വ്യത്യസ്തമുണ്ട്. ഷാഫി പറമ്പിൽ
പാലക്കാട്ട് ആ സീറ്റ് ഒഴിഞ്ഞ് അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ച് ലോക്സഭാംഗമായി മാറിയതിനെ തുടർന്നാണ് അവിടെ ഒഴിവ് വരുന്നത്. ആ ഒഴിവിൽ ഷാഫി പറമ്പലിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുകയും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ചുരുക്കത്തിൽ സിറ്റിംഗ് സീറ്റുകളിൽ 3 എണ്ണം UDFൻ്റേതാണ്, അത് അവർക്ക് തന്നെ ലഭിച്ചു. 1 എണ്ണം LDFൻ്റേതാണ്, അത് അവർക്കും ലഭിച്ചു. മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരിച്ചിരുന്ന അല്ലെങ്കിൽ MLA ആയിരുന്ന മണ്ഡലം അവിടെ തന്നെ നിലനിർത്തി. അത് LDFന് നഷ്ടമായില്ല. അപ്പോൾ ചുരുക്കത്തിൽ അവിടുത്തെ ഒരു വോട്ടിംഗ് രീതിയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇടതുപക്ഷ മുന്നണിയുടെ സീറ്റുകൾ അവർക്ക് നിലനിർത്താനായിട്ട് സാധിച്ചു. ചേലക്കര ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു കോട്ടയാണ്. ധാരാളം ഇടതുപക്ഷ പ്രവർത്തകന്മാരവിടെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിൻ്റെ ധാരാളം പ്രവർത്തകരുണ്ട്. അവരുടെ ഒന്നും വോട്ട് ചോർച്ചയുണ്ടായില്ല. വലിയ ഒരു ഭൂരിപക്ഷത്തിൽ അവിടെയും വിജയിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2026 നിയമസഭ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഭരണ തുടർച്ച ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും ഉണ്ടാകും. എന്താണ് കണ്ടീഷൻ? ചില കാര്യങ്ങൾ ഇടത് ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3ാം പിണറായി സർക്കാർ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിന് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം, 1ാം പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനം എന്തൊക്കെയായിരുന്നു, അതിൻ്റെ കണ്ടിന്യൂറ്റി ഇപ്പോഴുണ്ടോ, ഇനി വീണ്ടും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം കേരളത്തിൽ നടപ്പാക്കിയാൽ അല്ലെങ്കിൽ കേരളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീണ്ടും പിണറായിയുടെ ഗവൺമെൻറ്റിന് ഭരണ തുടർച്ച ഉണ്ടാവും. വലിയൊരു ഭൂരിപക്ഷത്തോടുകൂടി 100 സീറ്റോളം നേടി വീണ്ടും അധികാരത്തിൽ വരാനായിട്ട് സാധിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഥവാ വിശിഷ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ അടിസ്ഥാന വർഗ ജനവിഭാഗത്തിൻ്റെ പാർട്ടിയാണ്. കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ അണിനിരന്നിട്ടുള്ളത്, അല്ലെ അത്തരത്തിലുള്ള ജനങ്ങളുടെ കൂടുതൽ പിന്തുണ ഉള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. കേരളത്തിലെ തൊഴിലാളികൾ, വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ, കൃഷി ചെയ്യുന്ന കൃഷിക്കാരെ, ചെറുകിട കർഷകരെ, കൃഷിത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന കർഷകരെ, മാർക്കറ്റുകളിലും മറ്റും ചുമടെടുക്കുന്ന ചുമട്ടുതൊഴിലാളികളെ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളെ, ഡ്രൈവർമാരെ എന്ന് വേണ്ട ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ വരെ എടുത്തു കഴിഞ്ഞാൽ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആഭിമുഖ്യമുള്ളവരാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളെ പങ്കെടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ പിന്തുണയും അതോടൊപ്പം തന്നെ ബഹുജനങ്ങളുടെ പിന്തുണയും കൂടി ആർജിക്കാൻ സാധിച്ചാൽ 3ാമതും ഒരു പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 2ാമതും അധികാരത്തിലെത്തിച്ച പ്രധാനപ്പെട്ട പരിപാടികൾ, പ്രധാന പ്രോഗ്രാംസൊക്കെ എന്താണെന്ന് നോക്കാം. അടിസ്ഥാന ജനവിഭാഗത്തെ ബാധിക്കുന്ന അല്ലെ അവരുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ആ ഗവൺമെൻറ് എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് പരിശോധിക്കണം. അതിലെ വിജയമാണ് ആ ഗവൺമെൻറ്റിനെ വീണ്ടും ഭരണ തുടർച്ച നൽകി 2ാമതും അധികാരത്തിലെത്തിച്ചത്. അതിലെ ചില പ്രോഗ്രാമുകൾ അഥവാ പദ്ധതികൾ ഏതൊക്കെയായിരുന്നു എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. 1ാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ്. 2001 EK നയനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആരംഭിച്ച ഒരു പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ പൗരന്മാർക്കും, സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള എല്ലാവർക്കും അന്ന് 100 രൂപ പെൻഷൻ ഏർപ്പെടുത്തി. അന്നത്തെ കാലത്തെ 100 രൂപ ചെറിയൊരു തുകയാണ്. ആ 100 രൂപ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ എണ്ണം പിന്നീട് ക്രമേണ കൂടി വരികയാണുണ്ടായി. ആ പദ്ധതി അവിടെ തുടങ്ങിയെങ്കിലും പിന്നീട് അധികാരത്തിൽ വന്ന എ. ആൻ്റണി സർക്കാർ അതിന്മേൽ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. അത് വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് തുകയൊന്നും കൊടുക്കുകയോ ചെയ്തില്ല. പൊതുവെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത് ഒരു അവഗണിക്കപ്പെട്ട സ്ഥിതിയിലായിരുന്നു. എന്നാൽ 2006 VS അച്യുതാനന്ദൻ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഈ 100 രൂപ ക്രമേണ ഉയർത്തി 600 രൂപയാക്കി. ഇത് മാത്രമല്ല, ആ 600 രൂപ കൃത്യമായിട്ട് എല്ലാ മാസവും ഈ പറഞ്ഞ സീനിയർ സിറ്റിസൺസ് കിട്ടിക്കൊണ്ടേയിരുന്നു. അതിൽ ഒരു വീഴ്ചയും വന്നിട്ടില്ല. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സാധാരണക്കാരായ ആളുകൾക്ക്
പല കാര്യങ്ങൾക്കും ഈ 600 രൂപ അന്ന് പ്രയോജനപ്പെടുമായിരുന്നു. ഇന്നത്തെ ഒരു 2000 അതിൽ കൂടുതൽ രൂപയുടെ മൂല്യമുണ്ട് അന്നത്തെ 600 രൂപയ്ക്ക്. ആ 600 രൂപ പെൻഷൻ കൃത്യമായി കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ വി എസ് അച്യുതാനന്ദൻ്റെ കാലഘട്ടത്തിന് ശേഷം മുഖ്യമന്ത്രിയായിട്ട് വന്നത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹത്തിന് 2 നിയമസഭാ അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിലുള്ള ഒരു ഗവൺമെൻറ്റായിരുന്നു. അതിന് കേരളത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ ആ ഗവൺമെൻറ്റിന് സാധിച്ചില്ല. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഈ പറഞ്ഞ 600 രൂപ കൊടുക്കുവാൻ അന്ന് കൃത്യത പാലിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ആ ഗവൺമെൻറ് ഇറങ്ങിപ്പോകുമ്പോൾ ഏതാണ്ട് 18 മാസം 1.5 വർഷത്തെ കുടിശ്ശികയുണ്ടായിരുന്നു. സാധാരണക്കാർ ആശ്രയിക്കുന്ന ഈ 600 രൂപ 1.5 വർഷമായിട്ട് ഒരു പൈസ പോലും കൊടുക്കാതെ കുടിശ്ശികയാക്കിയിട്ടാണ് ആ ഗവൺമെൻറ് പോകുന്നത്. അതിനുശേഷം 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. ശ്രീ തോമസ് ഐസക്കായിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രി. അദ്ദേഹം ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷന് വലിയ പ്രാധാന്യം കൊടുത്തു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനി എന്ന പേരിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. ആ കമ്പനി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മൂലധനം സ്വരൂപിച്ചു. കടമായിട്ടോ കടപ്പത്രമായിട്ടോ അല്ലെ ലോണൊക്കെ ആയിട്ട് കമ്പനിക്ക് ധാരാളം പണം ലോണായിട്ട് എടുക്കാനായിട്ട് സാധിച്ചു, തുക സമാഹരിക്കാനായിട്ട് സാധിച്ച് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്ന ഒരു പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ചു. ആ പദ്ധതിയുടെ ഫലമായിട്ട് 600 രൂപയായിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉയർത്തി 1600 രൂപയാക്കിയെന്ന് മാത്രമല്ല അതിന് കുടിശ്ശിക മുഴുവൻ കൊടുക്കുകയും തുടർന്ന് അങ്ങോട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് ഈ 1600 രൂപ പെൻഷൻ എല്ലാവരിലും എത്തിച്ചേരുകയും ചെയ്തു. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 1600 രൂപ സീനിയർ സിറ്റിസണായിട്ടുള്ള ഒരാൾക്ക് പ്രതിമാസം കൃത്യമായി ലഭിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ അത് വലിയൊരു ആശ്വാസമാണ്. പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ള ആളുകൾക്ക് മരുന്ന് വേണം, വണ്ടിക്കൂലി വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ നിവർത്തിക്കൊണ്ടു പോകാൻ മറ്റാരെയും ആശ്രയിക്കാതെ, മക്കളെയോ മരുമക്കളെയോ അല്ലെ വീട്ടിലെ കുടുംബാംഗങ്ങളെയോ ഒന്നും ആശ്രയിക്കാതെ അവർക്ക് അത് നടത്തിക്കൊണ്ടു പോകാൻ ഈ 1600 രൂപ വലിയൊരു ആശ്വാസമായിരുന്നു. അത് കൃത്യമായി നൽകുന്നതിൽ അദ്ദേഹം വിജയിച്ചു. സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുമ്പോൾ അതിനകത്ത് ചില ക്രമക്കേടുകളൊക്കെ വന്നതായിട്ടൊക്കെ ആരോപണമുണ്ട്. ആർക്കും ആ പെൻഷൻ അന്ന് ലഭിക്കുമായിരുന്നു. ചില സമ്പന്ന കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പോലും അത് ലഭിച്ചു. അതിനെ തുടർന്ന് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാക്കി. ആ പദ്ധതി ഇപ്പോഴും തുടരുകയാണ്. ഇന്നിപ്പോൾ കേരളത്തിൽ 64 ലക്ഷം ആളുകൾ, സീനിയർ സിറ്റിസണായിട്ടുള്ള 64 ലക്ഷം ആളുകൾ ഈ പെൻഷൻ വാങ്ങുന്നുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഭരണ തുടർച്ചയിലേക്ക് നയിച്ച അതിൻ്റെ ജനപിന്തുണയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത്. ഇനിയും അത് കുറച്ചുകൂടെ തുക കാലാനുസൃതമായി വർദ്ധിപ്പിച്ച് ഒരു 2000, 2500 രൂപ, വേണ്ടി വന്നാൽ 3000 രൂപ വരെ ആക്കാം. അങ്ങനെ വർദ്ധിപ്പിച്ച് നടപ്പാക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, ഒരു മൂന്നാം പിണറായി സർക്കാർ കേരളത്തിൽ വന്നിരിക്കും. അതിന് ഒരു സംശയവും വേണ്ട. കാരണം അടിസ്ഥാന വർഗ ജനവിഭാഗങ്ങളെ കരുതുകയും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യുക എന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ്. മൂലധന കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വികസനം മാത്രമല്ല, വ്യക്തികളെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ അത്യന്താപേക്ഷിതമായി നടപ്പാക്കേണ്ട ഒരു സംസ്ഥാനമാണ് കേരളം. അതിനുപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഇതിൽ വർധനമൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനി അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ചില ഇടപെടലുകളും നിയന്ത്രണങ്ങളും കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആ കമ്പനിക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നു. ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നു. ഒരു ഗവൺമെൻറ് എടുക്കുന്ന മുഴുവൻ ലോണുകളും ഒരുപോലെ കണക്കാക്കണം. അതല്ലാതെ കമ്പനി എടുക്കുന്ന
ലോണിനെ സെപ്പറേറ്റായിട്ട് കാണുക, അല്ലെങ്കിൽ മറ്റ് ബാധ്യതകൾ വീതം വെച്ച് കാണിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഗവൺമെൻറ്റിനെ പണം കടമെടുക്കാനായിട്ട് സാധിക്കാതെ വന്നു. സാമ്പത്തിക പ്രതിസന്ധികളുണ്ടായി. അതിനെ തുടർന്ന് ഈ 1200 രൂപ വർദ്ധിപ്പിക്കാൻ സാധിച്ചില്ല. അത് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ജനപിന്തുണ കൂടുതൽ വർദ്ധിക്കും. അത് ഇപ്പോൾ കുടിശ്ശിക തീർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു 2000-3000 രൂപയൊക്കെ ഉയർത്തിക്കഴിഞ്ഞാൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക്, നമ്മളെപ്പോഴും പറയാറുള്ള അടിസ്ഥാന വർഗ ജനവിഭാഗങ്ങൾക്ക് അത് വലിയ ഒരു നേട്ടമായിരിക്കും. അപ്പോൾ അതിൻ്റെ സൂത്രധാരനായിരുന്നു ശ്രീമാൻ തോമസ് ഐസക്. അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിപരമായ വൈഭവം, സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നൈപുണ്യം എന്നിവയൊക്കെ കണക്കിലെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത് കൂടുതലായിട്ട് അദ്ദേഹത്തിന് ഈ രംഗത്ത് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചേനെ. അദ്ദേഹം ഈ മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് കിഫ്ബി, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് എന്നൊക്കെ പറയും. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക. റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ മറ്റ് സ്ഥാപനങ്ങളുടെയൊക്കെ നിലവാരം ഉയർത്തുക. അതിനും ഇതുപോലെ പ്രത്യേക ഫണ്ട് സ്വരൂപിക്കാനായിട്ട് അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന് സാധിച്ചു. ഒരുപക്ഷെ ഈ കിഫ്ബി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉപജ്ഞാതാവ് ശ്രീമാൻ ഐസക്കാണ്. അദ്ദേഹത്തിന് ഈ കിഫ്ബി എന്ന് പറഞ്ഞ പദ്ധതിയെ രൂപീകരിച്ച അന്നു മുതൽ വളരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ കിഫ്ബി സമാഹരിക്കുന്ന തുകയ്ക്ക് ഓഡിറ്റിൻ്റെ ഒബ്ജക്ഷൻ വന്നതോടുകൂടിയാണ് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ താറുമാറായത്. കേരളത്തിൽ പ്രതിവർഷം 1500 കിലോമീറ്റർ റോഡുകളെങ്കിലും കിഫ്ബിയുടെ ഫണ്ടിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് നവീകരിക്കുകയുണ്ടായി. കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രാമീണ റോഡുകളും ജില്ലാ റോഡുകളും സംസ്ഥാന പാതകളും നല്ല രീതിയിൽ നവീകരിച്ചുകൊണ്ട് ഗതാഗതം വളരെ സുഗമമാക്കി തീർക്കുക എന്നുള്ളത്. അതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ലഭ്യമാക്കുവാൻ കിഫ്ബിക്ക് സാധിച്ചു. പ്രതിവർഷം 1500 കിലോമീറ്റർ റോഡുകൾ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണെങ്കിൽ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ്, അതുപോലെ തൊടുപുഴ, പാല, മൂവാറ്റുപുഴ മലയോര ഹൈവേ, ഇങ്ങനെ പലതും ചൂണ്ടിക്കാണിക്കാനുണ്ട്. മലപ്പുറം ജില്ലയിലാണെങ്കിൽ തിരൂർ, പരപ്പനങ്ങാടി റോഡ്, കോഴിക്കോട് ജില്ലയിലെ നിരവധി റോഡുകൾ എന്നിങ്ങനെ കുറേ ഉദാഹരണങ്ങൾ കാണിക്കാനുണ്ട്. അതൊന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ ഉള്ള നിരവധി റോഡുകളോടനുബന്ധിച്ചുള്ള പാലങ്ങൾ എന്നിവയെല്ലാം നല്ല രീതിയിൽ നവീകരിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡ് ഗതാഗതം കേരളത്തിൽ സുഗമമാക്കി തീർക്കുവാൻ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിക്കുന്നതിൽ ഒന്നാം പിണറായി സർക്കാരിന് സാധിച്ചു എന്നുള്ളത് ആ ഗവൺമെൻറ്റിൻ്റെ ഭരണ തുടർച്ചയ്ക്കുള്ള ഒരു പ്രധാന കാരണമാണ്. മറ്റൊരു കിഫ്ബിയുടെ ഡെവലപ്മെൻറ്റ് ഫണ്ടാണ് സ്കൂളുകളുടെ നവീകരണം. കേരളത്തിലെ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തുന്നത് സംബന്ധിച്ചും എത്തിക്കുന്നതിന് വേണ്ടിയും അധ്യാപകർക്ക് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ IT പരിശീലനം നൽകുകയും എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റുകയും ചെയ്യും. സ്മാർട്ട് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂളിലും ലാപ്ടോപ്പും പ്രൊജക്ടറും സ്പീക്കറും അതിൻ്റെ വയർ കോഡുകളും കമ്പ്യൂട്ടറുകളുമൊക്കെ പ്രൊവൈഡ് ചെയ്തു. കമ്പ്യൂട്ടർ ലാബുകൾ സജ്ജീകരിച്ചു. കോടിക്കണക്കിന് രൂപയുടെ ഒരു പദ്ധതിയായിരുന്നു ഈ സ്മാർട്ട് ക്ലാസ് റൂം എന്ന് പറയുന്നത്. സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ പ്രയോജനം കിട്ടാത്ത ഒരൊറ്റ ഒരൊറ്റ സ്കൂൾ പോലും കേരളത്തിലില്ല. പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും. അത്തരം സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പാക്കേണ്ടത് കിഫ്ബിയുടെ ഒരു പ്രോജക്റ്റായിരുന്നു. അപ്പോൾ നമ്മുടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുന്ന, അല്ലെങ്കിൽ ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രധാന പദ്ധതിയായിരുന്നു സ്മാർട്ട് ക്ലാസ് റൂമുകൾ. ഇത് നടപ്പാക്കാത്ത ഒരു സ്കൂൾ പോലും ഇന്ന് കേരളത്തിലില്ല. അതുപോലെ സ്കൂളുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്കൂളുകളുടെ കെട്ടിടങ്ങൾ പഴയതാണ്. പല കെട്ടിടങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച കെട്ടിടങ്ങൾ വരെയുണ്ട്. മിക്ക കെട്ടിടങ്ങളും 1940 മുമ്പൊക്കെ പണിതവയുണ്ട്, അതിന് ശേഷം പണിതവയുണ്ട്. ജീർണാവസ്ഥയിലായിട്ടുള്ള ഇത്തരം ഗവൺമെൻറ് സ്കൂളുകളിലെ കെട്ടിടങ്ങളെല്ലാം തന്നെ പുതുക്കി പണിയുവാനും ആധുനിക രീതിയിലുള്ള നിർമ്മാണ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ബൃഹത്തായ ക്ലാസ് മുറികളും സയൻസ് ലാബറട്ടറികളും ലൈബ്രറിയും കമ്പ്യൂട്ടർ ലാബുകളും എല്ലാം ഉൾപ്പെടുത്തി വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്ഥാപനമാക്കി മിക്കവാറും എല്ലാ സ്കൂളുകളെയും മാറ്റി. ആദ്യഘട്ടത്തിൽ
ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു സ്കൂൾ എന്ന രീതിക്ക് തുടങ്ങിയ ഈ പദ്ധതി അവസാന ഘട്ടമായപ്പോഴത്തേക്കും മിക്കവാറും എല്ലാ ഗവൺമെൻറ് സ്കൂളുകളും ഈ രീതിയിൽ പുതുക്കിപ്പണിതു. അങ്ങനെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ സൗകര്യങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഒന്നാം പിണറായി സർക്കാർ വൻ വിജയപ്രദമായിട്ടുള്ള പരിപാടികളെയാണ് നടപ്പാക്കിയത്. ഈ സ്കൂളുകളുടെ നവോത്ഥാനം അല്ലെങ്കിൽ സ്കൂളുകളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ചയുടെ ഫലമായിട്ട് കേരളത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ശക്തിപ്പെടുത്തുവാനായിട്ട് വളരെ നിഷ്പ്രയാസം സാധിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ കിഫ്ബിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പദ്ധതി നടന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കിഫ്ബിയുടെ ഫണ്ടിങ്ങിനുള്ള ചില തടസ്സങ്ങൾ വന്നതോടുകൂടി മറ്റ് വരുമാന മാർഗങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ ഇപ്പോൾ ഈ പരിപാടിക്ക് കുറച്ച് മങ്ങലേറ്റിട്ടുണ്ട്. എങ്കിലും കൂടുതൽ പണം ഉപയോഗിച്ചുകൊണ്ട് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ സ്കൂളുകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കോളേജുകളിലെയൊക്കെ പ്രവർത്തനങ്ങൾ വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ബഹുജന പിന്തുണ നേടിയെടുക്കുന്നതിനായിട്ട് ഗവൺമെൻറ്റിന് സാധിക്കും, ഭരണ തുടർച്ചയും ലഭിക്കും. ഒന്നാം പിണറായി സർക്കാർ സ്തുത്യർഹമായ സേവനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള മറ്റൊരു മേഖലയാണ് പൊതുവിതരണ സമ്പ്രദായം. കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പൊതുവിതരണ സമ്പ്രദായത്തെ ആശ്രയിക്കുന്നവരാണ്. കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് ആശ്രയിച്ച് നിൽക്കുന്നത് ഈ പൊതുവിതരണ സമ്പ്രദായത്തിലൂടെയാണ്. കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും പൊതുവിതരണ കേന്ദ്രങ്ങളുണ്ട്, അതായത് റേഷൻ കടകളുണ്ട്. പിന്നെ അതുകൂടാതെ മാവേലി സ്റ്റോറുകളുണ്ട്, ലാഭം മാർക്കറ്റുകളുണ്ട്, സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിലൂടെ വളരെ കുറഞ്ഞ നിരക്കിൽ, സബ്സിഡി നിരക്കിൽ നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ശൃംഖല കേരളമൊട്ടുക്ക് സൃഷ്ടിക്കുവാനായിട്ട് കഴിഞ്ഞ ഗവൺമെൻറ്റിന് സാധിച്ചു. നേരത്തെ തന്നെ ഈ മാവേലി സ്റ്റോറുകളും മറ്റും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. അവിടെ സബ്സിഡി നിരക്കിൽ, കുറഞ്ഞ നിരക്കിൽ അരിയായാലും ധാന്യങ്ങളായാലും പഞ്ചസാരയായാലും വെളിച്ചെണ്ണയായാലും ഇങ്ങനെയുള്ള സാധനങ്ങൾ ലഭിച്ചുകൊണ്ടേയിരുന്നു. അത് പിന്നീട് കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് വന്നതിൻ്റെ ഫലമായിട്ടാണ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ സ്ഥാപിക്കും. സാധാരണയുള്ള ബിഗ് ബസാർ മോഡലിൽ അഥവാ ഹൈപ്പർ മാർക്കറ്റ് മോഡലിൽ പല സ്ഥലങ്ങളിലും, നഗരങ്ങളിൽ പ്രത്യേകിച്ച് സൂപ്പർ മാർക്കറ്റുകൾ നിലവിൽ വന്നു. ഈ സൂപ്പർ മാർക്കറ്റുകളിൽ ഭക്ഷ്യധാന്യങ്ങൾ മാത്രമല്ല വിവിധ കമ്പനികളുടെ സ്ഥാപനങ്ങളും വളരെ കുറഞ്ഞ നിരക്കിൽ കമ്മീഷൻ ഒഴിവാക്കിക്കൊണ്ട് നൽകുവാനായിട്ട് ഗവൺമെൻറ് സാധിച്ചു എന്നുള്ളത് കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വലിയ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സാധാരണ റേഷൻ കടകളെടുത്താൽ അവിടെ ഈ പറഞ്ഞ ഭക്ഷ്യധാന്യങ്ങൾ താഴെ തട്ടിലുള്ള കുടുംബങ്ങൾക്ക്, അവർക്ക് പറയുന്ന പേരാണ് മുൻഗണനാ വിഭാഗങ്ങൾ, അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് ഏതാണ്ട് 30 കിലോ അരിയും മറ്റ് ധാന്യങ്ങളും എല്ലാ മാസവും പൈസയൊന്നും വാങ്ങാതെ തന്നെ സൗജന്യമായി ലഭിക്കുന്നുണ്ട്. അത് ഈ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. കാരണം 30 കിലോ ധാന്യം ലഭിക്കുന്നതോടുകൂടി ഒരു കുടുംബത്തിൽ ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അവിടെ പിന്നെ ദാരിദ്ര്യം ഉണ്ടാകുന്നില്ല. 1600 രൂപ പെൻഷൻ വാങ്ങുന്ന 2 പേരൊരു വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അത്തരം ഒരു വീട് ഏതാണ്ട് സുരക്ഷിതമാണെന്ന് പറയാം. അങ്ങനെ കേരളത്തിൽ ഭക്ഷ്യസുരക്ഷ ഏർപ്പെടുത്തുന്നതിൽ കഴിഞ്ഞ ഗവൺമെൻറ് വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് കോവിഡ് കാലഘട്ടത്തിൽ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ഭക്ഷ്യ സുരക്ഷാ പ്രോജക്റ്റുകൾ. എല്ലാ വീടുകളിലും തുടർച്ചയായിട്ട് ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി നൽകിയെന്ന് മാത്രമല്ല 15 പലചരക്ക് സാധനങ്ങൾ, 15 ഇന പലചരക്ക് സാധനങ്ങൾ എല്ലാ വീടുകളിലും എത്തിച്ചു നൽകുകയുണ്ടായി. അത് ആ കാലഘട്ടത്തിൽ ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരുന്ന ആളുകൾക്കും വരുമാനമില്ലാതിരുന്നവർക്കുമൊക്കെ വലിയൊരാശ്വാസമായിരുന്നു അങ്ങനെയുള്ള ഭക്ഷ്യക്കിറ്റുകൾ. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഭക്ഷ്യക്കിറ്റ് യാതൊരു വിവേചനവും കൂടാതെ 100% സൗജന്യമായി അവർക്ക് എത്തിച്ചു കൊടുത്തു എന്നുള്ളത് ഭക്ഷ്യസുരക്ഷയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിലെ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് വളരെ പ്രശംസനീയമായ രീതിയിൽ നടപ്പാക്കാനായിട്ട് സാധിച്ചു.
ചില കാരണങ്ങളാൽ ഒരുപക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെയോ മറ്റോ ഇടപെടലുകൊണ്ടാകാം ഈ ധാന്യങ്ങളുടെ കോട്ട വെട്ടിക്കുറയ്ക്കുകയും അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഇന്നും എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും എല്ലാ സ്ഥലത്തും റേഷൻ കടകൾ വഴി ധാരാളമായിട്ടുള്ള ഭക്ഷ്യസാധനങ്ങൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വലിയ സംഭാവനകൾ നൽകാനായിട്ട് ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മേഖലയാണ് പൊതുജനാരോഗ്യം. കേരളത്തിൽ ഇപ്പോൾ എല്ലാ ജില്ലയും സ്പെഷ്യലിസ്റ്റ് ആശുപത്രികളുണ്ട്. എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് ആശുപത്രികളുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ എല്ലാ തരത്തിലുള്ള ആധുനിക ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്. വളരെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരും മറ്റാരോഗ്യ പ്രവർത്തകരും ഈ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അത്തരം ആശുപത്രികളിലുണ്ട്. അവിടെ നിരവധി വിദഗ്ധരായ ഡോക്ടർമാരും അതുപോലെ PG വിദ്യാർത്ഥികളും ഹൗസ് സർജന്മാരും നിരന്തരമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ജോലിയിലൂടെ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെ വളരെ സുസ്ഥിരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. ഈ ആശുപത്രികളുടെ ഏറ്റവും പ്രശസ്തമായ ഒരു സേവനം എന്ന് പറയുന്നത് ഒരു കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. കോവിഡ് കാലഘട്ടത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ആശുപത്രികൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകാവുന്ന രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. കോവിഡ് എന്ന മഹാമാരിയെ തടഞ്ഞു നിർത്തുന്നതിലും ഇതിനാവശ്യമായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തുന്നതിലും ആ രീതിയിൽ അത് ബാധിച്ചിട്ടുള്ളവരെ രക്ഷിക്കുന്നതിനും അല്ലാത്തവർക്ക് പ്രിവെൻറ്റീവ് കെയർ കൊടുക്കുന്നതിനുമൊക്കെ വളരെ നല്ല ഒരു പ്രവർത്തനം ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ആരോഗ്യ മന്ത്രാലയം സ്വീകരിച്ചിട്ടുണ്ട്. ശൈലജ ടീച്ചർ അത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ നേതൃത്വം കൊടുത്തു. കോവിഡ് സംബന്ധിച്ച ട്രീറ്റ്മെൻറ്റുകളൊക്കെ വളരെ സൗജന്യമായിട്ടാണ് നൽകിയിരുന്നത്. അതിന് യാതൊരു തരത്തിലുള്ള ഫീസും ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരുന്നില്ല. വാക്സിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 100% സൗജന്യമാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ഇപ്പോൾ എല്ലാ ജില്ലയിലും ഉണ്ട് എന്ന് മാത്രമല്ല, അതിന് താഴേക്ക് ജനറൽ ആശുപത്രികളുണ്ട്. ജനറൽ ആശുപത്രികൾ പഴയ ജില്ലാ ഹോസ്പിറ്റലിലൊക്കെ ജനറൽ ആശുപത്രി നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അതോടുകൂടി അവിടെ ഏറ്റവും കുറഞ്ഞത് 40 ഡോക്ടർമാർ കാണും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാണും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അവിടെ ഉണ്ടാകും. അതിലൊരു കുറവ് വരുന്നില്ല. അതിന് താഴെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളുണ്ട്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾക്ക് താഴെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുണ്ട്. ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ 4 ഡോക്ടർമാർ കാണും. ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ 2 ഡോക്ടർമാരെങ്കിലും കാണും. അതുപോലെ നേഴ്സുമാരെ, ഫാർമസിസ്റ്റുകളെ, മറ്റ് ആരോഗ്യ പ്രവർത്തകരെല്ലാം ഈ ആശുപത്രികളിലുണ്ട്. ഒരുവിധപ്പെട്ട സേവനങ്ങളെല്ലാം അവിടെ സൗജന്യമായി നൽകുന്നുണ്ട്. അപ്പോൾ ആശുപത്രികളിലെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഒരു ശൃംഖല പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിൽ മെച്ചപ്പെട്ട ആരോഗ്യം, ഒരുവിധപ്പെട്ട അസുഖങ്ങളിൽ നിന്നെല്ലാം ഉള്ള സംരക്ഷണം, മെച്ചപ്പെട്ട ആരോഗ്യം നൽകുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളത്തിനെ കാണാനായിട്ട് കഴിയും. അങ്ങനെ ആരോഗ്യരംഗത്തെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ഒന്നാം പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും ഏകദേശം നല്ലപോലെ തുടരുന്നുണ്ട്. വലിയ വീഴ്ചയൊന്നും പറ്റിയിട്ടില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രികളെന്ന് പറയുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം അവിടെ ഇല്ലാത്ത ചികിത്സകൾ ഇന്നില്ല. എങ്കിലും ഈ രംഗത്ത് ഇന്ന് വളരെ സൗജന്യങ്ങൾ നൽകുന്നുണ്ട്. മെഡിസിൻസ്, എല്ലാ രോഗങ്ങൾക്കുമുള്ള മെഡിസിൻ, പ്രത്യേകിച്ച് സ്ഥായിയായ രോഗങ്ങൾക്ക് സ്ഥിരമായി മെഡിസിൻ കഴിക്കുന്നവർക്ക് ഉള്ള മരുന്നുകൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൗജന്യമായി ലഭ്യമാണ്. ഏറ്റവും താഴെത്തട്ടിൽ ഉള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ പോലും ആവശ്യത്തിന് മരുന്നുകൾ എല്ലാവർക്കും സൗജന്യമായി ലഭിക്കുന്നുണ്ട്. മരുന്നില്ലാത്ത ഗവൺമെൻറ് ആശുപത്രി എന്നുള്ള പേരെ മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ രംഗത്ത്, പൊതുജനാരോഗ്യ രംഗത്തെ വലിയ ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഗവൺമെൻറ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തുടരുകയാണെങ്കിൽ, അല്ലെ ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൂന്നാമതും അധികാരത്തിൽ വരാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ലൈഫ് പദ്ധതി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ 2,60,000 ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് വീടുകൾ വെച്ച് നൽകുകയുണ്ടായി, വീടുകൾ നിർമ്മിച്ച് നൽകി. ഇതിൽ പലരും ഭൂരഹിതരായിട്ടുള്ള ആളുകളാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു തുണ്ട് ഭൂമി പോലുമില്ല.
ഒരു 2 സെൻറ്റ് ഭൂമി പോലുമില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു 4 സെൻറ്റ് ഭൂമി വാങ്ങിക്കുവാനായിട്ട് ആവശ്യമായ സഹായങ്ങൾ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ 4 ലക്ഷം രൂപ വരെ വീട് പണിയുന്നതിനായിട്ട് അവർ കൊടുക്കും. 450 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് അവർക്ക് ഈ ലൈഫ് പദ്ധതിന് കീഴിൽ നിർമ്മിച്ച് നൽകുന്നുണ്ട്. ഇതുകൂടാതെ 1 ലക്ഷം രൂപ വരെ കിണർ കുഴിക്കുന്നതിനായിട്ട് ഈ ഭവനങ്ങളിൽ ഈ 4 സെൻറ്റിനകത്ത് കിണറില്ലാത്തവർക്ക് കിണർ കുഴിക്കുന്നതിനായിട്ട് ഗവൺമെൻറ് നൽകി വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സംസ്ഥാനത്തെ ഭവനരഹിതരായിട്ടുള്ള ആരും തന്നെ ഇനി ഉണ്ടാവില്ല. എല്ലാവർക്കും വീട്, എല്ലാവർക്കും സുരക്ഷിതമായ വൃത്തിയുള്ള ഒരു ഭവനം എന്നുള്ള പദ്ധതിയാണ് ലൈഫ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ആ പദ്ധതിയിലൂടെ കേരളത്തിൽ ഭവനങ്ങൾ ലഭിച്ചിട്ടുള്ള ആളുകൾ ധാരാളം പേരുണ്ട്. അവരുടെ ആ സുരക്ഷിതത്വം നമുക്ക് തീർച്ചയായിട്ടും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാവുന്നതാണ്. ഇനിയും ഈ രംഗത്ത് ധാരാളം അപേക്ഷകൾ കെട്ടിക്കിടപ്പുണ്ട്. പഞ്ചായത്ത് വഴിയാണ് ഈ പദ്ധതികൾ നടപ്പാക്കുന്നത്. അപ്പോൾ അവിടെ ധാരാളം അപേക്ഷകൾ, ഇപ്പോഴും അപേക്ഷകർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എല്ലാ അപേക്ഷകർക്കും ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. അവർക്കെല്ലാം വീടുകൾ ലഭിക്കും. അവർക്കെല്ലാം സുരക്ഷിതമായ ഒരു ഭവനം ഒരുക്കുന്ന കാര്യത്തിൽ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. അങ്ങനെയാണെങ്കിൽ ലൈഫ് പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു വലിയ നേട്ടമാണ്. ലൈഫ് പദ്ധതിയെ സംബന്ധിച്ച് ചില ആരോപണങ്ങളൊക്കെ രംഗത്ത് വരുന്നുണ്ട്. അതൊക്കെ ഈ പദ്ധതിയെ തകർക്കാൻ വേണ്ടി മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് വടക്കാഞ്ചേരിയിലെ ഫ്ലാറ്റ് നിർമ്മാണം പോലെയുള്ള സംഭവങ്ങളൊക്കെ ഓരോ അഴിമതി കഥകൾ ഉണ്ടാക്കി വിടുന്നതാണ്. അതൊക്കെ ഈ പദ്ധതിയെ തകർക്കും. യഥാർത്ഥത്തിൽ ഈ പദ്ധതി എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് വലിയ പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ എക്കാലവും ഗണ്യമായ പങ്ക് വഹിക്കുന്ന ഒന്നാണ് കാർഷിക മേഖല. കൃഷി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആദിമ സംസ്കാരത്തിൽ നിന്ന് തന്നെ ഉടലെടുത്ത് വന്നിട്ടുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ കേരളം കൃഷിയിൽ വളരെ മുമ്പിൽ നിന്നിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു. എന്നാൽ ഇടക്കാലഘട്ടത്തിൽ കേരളത്തിൽ കൃഷിക്ക് വലിയ ഇടിവുണ്ടായി. കാർഷിക ഉൽപ്പന്നങ്ങളിൽ കാര്യമായിട്ടൊന്നും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. 1947 കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും ഗ്രോ മോർ ഫുഡ് എന്ന് പറയുന്ന ഒരു പദ്ധതിയായിരുന്നു അതിൽ ഏറ്റവും പ്രധാനം. അതിന് പ്രകാരം കേരളത്തോട് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ കേരളത്തോട് ആവശ്യപ്പെട്ടിരുന്നത്, നിങ്ങൾ നാണ്യവിളകൾ കൃഷി ചെയ്യണം. കേരളത്തിൽ നാണ്യവിള കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സംസ്ഥാനമാണ്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്, അവിടുന്ന് നിങ്ങൾക്ക് എത്തിച്ചു നൽകും. ഭക്ഷ്യധാന്യങ്ങളും മറ്റു ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിന് നൽകുമെന്നും കേരളത്തിൽ നാണ്യവിളകളുടെ കൃഷി വളരെ വ്യാപിപ്പിക്കണമെന്നും ഗ്രോ മോർ ഫുഡ് പദ്ധതി പ്രകാരം കേരളത്തോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിലെ റബ്ബർ കൃഷി വളരെ വ്യാപകമായി. അതുപോലെ തന്നെ നാളികേരത്തിൻ്റെ കൃഷി, നാളികേര കൃഷിയും റബ്ബർ കൃഷിയും മാത്രമല്ല, കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങൾ, പ്രത്യേകിച്ച് കുരുമുളക്, ഏലക്ക തുടങ്ങിയ ഹൈറേഞ്ച് മേഖലകൾ അതിൻ്റെ ഒരു കേന്ദ്രമായിട്ട് മാറി. എങ്കിലും പിൽക്കാലത്ത് കേരളം നേരിട്ട ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് അരിയുടെ ഉൽപ്പാദനത്തിൽ വന്ന കുറവ്. കേരളത്തിൽ നെൽകൃഷി വളരെയധികം കുറഞ്ഞു വന്നു. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിൻ്റെ അളവ് കേരളത്തിൽ ആവശ്യമായ അരിയുടെ അളവിൻ്റെ 4/1 മാത്രമാണ്. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടക, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലെ ഭക്ഷ്യധാന്യങ്ങളായിട്ടുള്ള അരിയും ഗോതമ്പും ഒക്കെ എത്തിക്കൊണ്ടിരുന്നത്. വലിയ ഷോർട്ടേജ് ഉണ്ട് ഇക്കാര്യത്തിൽ കേരളത്തിൽ. ഇപ്പോഴും അരിയുടെ വില വളരെ ഗണ്യമായി വർദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണം കേരളത്തിൽ അരിയുടെ ഉൽപ്പാദനം ആകെ ആവശ്യമുള്ളതിൻ്റെ 4/1 മാത്രമാണ് എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ നെൽകൃഷി ഊർജിതമായ തോതിൽ നടപ്പാക്കി. ആ കാലഘട്ടത്തിൽ തന്നെ ഏതാണ്ട്
2.5 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് പുതുതായി നെൽകൃഷി ആരംഭിച്ചു. കേരളത്തിലെ നെൽപ്പാടങ്ങൾ കൃഷി ചെയ്യാതെ തരിശായി കിടക്കുകയും കൃഷിയോഗ്യമല്ലാതായി തീരുകയും ചെയ്തിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 1998 ശേഷം ഉള്ള കാലഘട്ടത്തിൽ നെൽകൃഷി വീണ്ടും പുനരാരംഭിക്കുവാൻ, അതിനെ ശക്തിപ്പെടുത്തുവാനായിട്ട് സാധിച്ചു. നെൽകൃഷിക്ക് ആവശ്യമായ വിത്തും വളവും സൗജന്യമായി നൽകുക, പാടശേഖരങ്ങൾ ഉഴുതുമറിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുക, മോട്ടറും പറയും നൽകുക. ഇതിനു പുറമെ കൃഷിക്കാർക്ക് സബ്സിഡിയായിട്ട് നേരിട്ട് ഒരു തുക ഗവൺമെൻറ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകുക തുടങ്ങിയ പദ്ധതികളൊക്കെ വി.എസ്. സുനിൽകുമാർ കൃഷിവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് കൊണ്ടുവന്ന ചില പ്രവർത്തനങ്ങളാണ്. ഇതുപോലെ തന്നെ നെല്ലുൽപ്പാദിപ്പിക്കുന്ന കർഷകരെ ചൂഷണത്തിൽ നിന്നും രക്ഷിക്കുവാനായിട്ട് കാർഷിക മേഖലയിലെ ഇടത്തരക്കാരിൽ നിന്നും അവരെ രക്ഷിക്കുവാനായിട്ട് ഗവൺമെൻറ് തന്നെ നെല്ല് സംഭരണം ആരംഭിച്ചു. സംസ്ഥാനത്തെ നെൽവയലുകളിൽ കൃഷി ചെയ്യപ്പെടുന്ന മുഴുവൻ നെല്ലും ഗവൺമെൻറ് സപ്ലൈകോ വഴി സംഭരിച്ച് മില്ലുകളിലേക്ക് കൊടുത്ത് അത് പ്രോസസ്സ് ചെയ്ത് അരിയാക്കി വീണ്ടും റേഷൻ കടകളിലൂടെ മട്ട അരി വിതരണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ ശക്തിയായിട്ട് നടത്തിക്കൊണ്ടു പോകുവാൻ ഗവൺമെൻറ്റിന് സാധിച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നേരത്തെ പറഞ്ഞ 5 വർഷ കാലയളവിനുള്ളിൽ 2.5 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് പുതുതായിട്ട് നെൽകൃഷി തുടങ്ങുവാനായിട്ട് സാധിച്ചു. കേരളത്തിൽ നെൽപ്പാടങ്ങൾ മണ്ണിട്ട് നികത്തുക, ചതുപ്പ് നിലങ്ങൾ മണ്ണിട്ട് നികത്തുക, അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികളിലൂടെ നെൽപ്പാടത്തിൻ്റെ വിസ്തൃതി വളരെ കുറഞ്ഞു വരുന്നുണ്ട്. അവശേഷിക്കുന്ന നെൽപ്പാടങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ജില്ലാ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നദീതട ജല സംരക്ഷണ പദ്ധതികൾ കൊണ്ടുവന്നും നദീജല സംയോജന പദ്ധതികൾ കൊണ്ടുവന്നുകൊണ്ടും കാർഷിക മേഖലയ്ക്ക് എപ്പോഴും വെള്ളം ലഭ്യമാക്കുന്ന പദ്ധതികൾ കൊണ്ടുവരുവാനായിട്ട് സാധിച്ചു. ഇതിലൂടെയൊക്കെ കൃഷി ഊർജിതപ്പെടുത്തുവാനായിട്ട് സാധിച്ചു. ഇന്നിപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും നെൽകൃഷി നടക്കുന്നുണ്ട്. നേരത്തെ കുട്ടനാടിലും പാലക്കാടും തൃശ്ശൂർ ജില്ലയുടെ ചില ഭാഗങ്ങളിലും കോട്ടയം ജില്ലയിലെ ചില ഭാഗങ്ങളിലുമാണ് പ്രധാനമായിട്ട് നെൽകൃഷി നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി കേരളത്തിലെ 14 ജില്ലകളിലും നെൽകൃഷിക്ക് യോഗ്യമായ സ്ഥലങ്ങളുണ്ടെങ്കിൽ അതിനെ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നെൽകൃഷി പൂർണ്ണമായും വിജയത്തിലെത്തിക്കുന്നതിനെ ആ ഗവൺമെൻറ് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതായ കാര്യങ്ങളാണ്. നെൽകൃഷി മാത്രമല്ല, പച്ചക്കറി കൃഷി. കേരളത്തിൽ തരിശായിട്ട് കിടക്കുന്ന നിരവധി സ്ഥലങ്ങളിൽ പച്ചക്കറി കൃഷികൾ നടക്കുന്നുണ്ട്. എല്ലാത്തരം പച്ചക്കറികളും പയറ്, പാവല്, വെള്ളരി, വഴുതനങ്ങ, പാവയ്ക്ക എന്ന് വേണ്ട അങ്ങനെ എല്ലാ തരം പച്ചക്കറികളും ഇന്ന് കേരളത്തിൽ വളരെ സുലഭമായി കൃഷി ചെയ്യുന്നുണ്ട് എന്ന് കരുതി ഇക്കാര്യത്തിലെല്ലാം കേരളം സ്വയം പര്യാപ്തമായി എന്നൊന്നും ആരും വാദിക്കുന്നില്ല. ഇപ്പോഴും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ധാരാളം പച്ചക്കറികൾ കേരളത്തിലെത്തുന്നുണ്ട്. ആന്ധ്രയിൽ നിന്നൊക്കെ അരി ഇപ്പോഴും കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നെൽകൃഷിയിൽ വളരെയധികം ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ, നെൽകൃഷി മാത്രമല്ല മറ്റ് കൃഷികളിലും ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാനായിട്ട് ഗവൺമെൻറ്റിന് സാധിച്ചു. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നാണ്യവിളകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും റബ്ബറും മറ്റു മലഞ്ചരക്കുകളുമാണ്. അതിൻ്റെയൊക്കെ ഉൽപ്പാദനവും അതിൻ്റെ വിലയും അതിൻ്റെ മാർക്കറ്റിങ്ങും നല്ല രീതിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കൃഷിക്കാർക്ക് വളരെയധികം ആശ്വാസം പകരുന്നതിനും വളരെ ശക്തമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ വ്യവസായ മേഖല, കേരളത്തിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കേരളത്തിൻ്റെ വ്യവസായ മേഖല. എല്ലാ രംഗത്തും വ്യവസായ മേഖലയിൽ കേരളം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ആദ്യത്തെ IT പാർക്കായ ടെക്നോ പാർക്ക് ആരംഭിച്ചത് ഇടത് ഗവൺമെൻറ്റാണ്. ഇന്നിപ്പം IT മേഖലയിൽ നിരവധി സംഭവങ്ങളുണ്ട്, പ്രോജക്റ്റുകളുണ്ട്. അതിലെടുത്ത് പറയേണ്ട ഒന്നാണ് കൊച്ചിയിലെ ഇൻഫോ പാർക്ക്. അതുപോലെ തന്നെ മറ്റ് IT പാർക്കുകൾ, കോഴിക്കോട്ടും IT പാർക്കുണ്ട്. ഇതൊക്കെ സ്മാർട്ട് സിറ്റി പോലെയുള്ള പദ്ധതികളൊക്കെ കൊണ്ടുവരുവാനായിട്ട് ഗവൺമെൻറ്റിന് സാധിച്ചു.
ഇതിലൂടെ IT രംഗത്തെ വളരെ ഗണ്യമായ ഒരു വളർച്ച, സംരംഭകരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, പുതുതായിട്ട് വരുന്ന സംരംഭകരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് IT മേഖലയിൽ ഗണ്യമായിട്ടുള്ള പുരോഗതി നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മറ്റു പല പ്രധാനപ്പെട്ട വ്യാപാര വാണിജ്യ മേഖലകളിലും ശ്രദ്ധേയമായ വളർച്ച കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ഉൽപ്പന്നങ്ങളും ന്യായമായ ഒരു വിലയ്ക്ക് ലഭ്യമാക്കുന്നതിൽ ഗവൺമെൻറ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ചില സവിശേഷതകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരുപാട് ഭൂമിയൊന്നും കേരളത്തിൽ ലഭ്യമല്ല. പല പ്രോജക്റ്റുകൾക്കും 10,000-കണക്കിന് ഏക്കർ ഭൂമി ഒരുമിച്ച് വേണം. അത്തരം ഖനവ്യവസായങ്ങൾ കേരളത്തിൽ തുടങ്ങാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു പരിമിതി ഉണ്ടെങ്കിൽ കൂടിയും ലഭ്യമാകാവുന്ന സ്ഥലങ്ങളിൽ ഒക്കെ നിരവധി ചെറുകിട, ഇടത്തരം, വൻകിട പദ്ധതികളൊക്കെ ആരംഭിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ കേരളത്തിൽ ഇപ്പോൾ IITകൾ വരെ പ്രവർത്തിക്കുന്നുണ്ട്. NIITകളുടെ ക്യാമ്പസുകൾ കേരളത്തിലുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ മേഖലയിൽ സീറ്റുകൾ ഗവൺമെൻറ് ലഭ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നഴ്സിംഗ് വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള സീറ്റുകളും വളരെ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ കോളേജുകളിലും എല്ലാ യൂണിവേഴ്സിറ്റികളും ഡിഗ്രിക്കും PGക്കും ഉയർന്ന തരത്തിലുള്ള നിലവാരത്തിലുള്ള കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ്. ഈ നേട്ടങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിൽ വലിയ ഒരു വികസന വിപ്ലവം സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും. ഈ പദ്ധതികൾ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിന് ഒരു തുടർഭരണം ലഭിക്കും. ആ തുടർഭരണത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ മനസ്സിലാക്കി കൂടുതൽ തീവ്രമായി, കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. കേരളത്തെ ഒരു ഒന്നാം കിട ടൂറിസ്റ്റ് ഹബ്ബായി മാറ്റുവാനായിട്ട് ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തിച്ചേർന്ന ഒരു സ്ഥലമാണ് കേരള സംസ്ഥാനം. അത് നോർത്ത് ഇന്ത്യയിൽ നിന്നായാലും വിദേശത്തു നിന്നായാലും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ കേരളത്തിൽ വർഷാവർഷം എത്തുന്നുണ്ട്. അപ്പോൾ ടൂറിസം മേഖല വളരെ ഗണ്യമായിട്ടുള്ള ഒരു പുരോഗതി നേടിയിട്ടുണ്ട്. ഏത് രാജ്യത്ത് നിന്ന് ടൂറിസ്റ്റുകൾ വന്നാലും അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ തക്കതായിട്ടുള്ള സൗകര്യങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. ഹൈ റേഞ്ച് ടൂറിസമായാലും കായൽ ടൂറിസമായാലും എന്ന് വേണ്ട അതിനൊക്കെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഫെസിലിറ്റീസ് ഇപ്പോൾ കേരളത്തിലുണ്ട്. പല കണക്കുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ടൂറിസത്തിലൂടെ നല്ല നിലവാരത്തിലുള്ള ഒരു പദ്ധതിയുടെ ശൃംഖല, പ്രത്യേകിച്ച് ഹോട്ടലുകളുടെ ഒരു ശൃംഖല, അതുപോലെ റിസോർട്ടുകളുടെ ഒരു ശൃംഖല ഒക്കെ സ്ഥാപിക്കുവാനായിട്ടും ഗവൺമെൻറ് സാധിച്ചിട്ടുണ്ട്. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ വളരെ സുസ്ഥിരമായിട്ടുള്ള സേവനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രവർത്തന ഫലമായിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പരസ്യം ചെയ്യുക, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പാക്കേജുകളായിട്ട് ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് കൊണ്ടുവരിക, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിലൂടെ ധാരാളം പണം, പ്രത്യേകിച്ച് വിദേശ നാണ്യം കേരളത്തിൽ എത്തുന്നതായിട്ട് കാണാം. ഇപ്പോൾ പല രാജ്യങ്ങളിലും കേരളത്തിലെ ടൂറിസത്തിന് പ്രമോഷൻ നൽകുന്നതിൽ ഗവൺമെൻറ് വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം ടൂറിസ്റ്റുകൾ ഇപ്പോഴും കേരളത്തിലേക്ക് വരുന്നത്. കായൽ ടൂറിസം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. പ്രത്യേകിച്ച് വേമ്പനാട്ട് കായലിലെ ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബായി മാറിയിട്ടുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ എത്തുകയും ഹൗസ് ബോട്ടുകളൊക്കെ റെൻറ്റിനെടുത്തുകൊണ്ട് കായലിലൂടെ ഉല്ലാസയാത്ര നടത്തുകയും അവിടെ തന്നെയുള്ള റിസോർട്ടുകളിൽ താമസിക്കുകയും അവിടെ തന്നെ താമസിച്ചുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ ഹൈ റേഞ്ച് ടൂറിസം, മലയോര ടൂറിസം എന്ന് പറയുന്നത് വളരെയധികം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതേ അവസ്ഥയാണ് വയനാട് ജില്ലയിലുള്ളത്. അപ്പോൾ ഇങ്ങനെ പല ജില്ലകളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വലിയ തോതിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുവാനായിട്ട് ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് വ്യോമഗതാഗതം. കേരളത്തിൽ എയർപോർട്ടുകൾ വളരെ കുറവായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു. നേരത്തെ തിരുവനന്തപുരത്ത് ഒരു എയർപോർട്ട് മാത്രമേ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്ന് മാറി ഇപ്പോൾ കൊച്ചിയിലും
കോഴിക്കോട്ടും കണ്ണൂരും ഒക്കെ എയർപോർട്ടുകൾ വന്നു കഴിഞ്ഞു. അത്തരം എയർപോർട്ടുകളെ കൂടുതൽ ശക്തിപ്പെടുത്താനും അവിടെ നിന്നും നിരവധി വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്യുന്നതിനും, നേരത്തെ പറഞ്ഞ ടൂറിസവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. കേരളത്തിൽ ഇപ്പോൾ എവിടെ വേണമെങ്കിലും ടൂറിസ്റ്റുകൾക്ക് നേരിട്ട് വന്നിറങ്ങാം. മലബാറിൽ അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ, കൊച്ചിയിലൊക്കെ ആ മേഖലകളിലൊക്കെ ടൂറിസ്റ്റുകൾക്ക് നേരിട്ട് എത്തിച്ചേരുന്നതിനുള്ള ഒരു വ്യോമ ഗതാഗത സംവിധാനം ഇപ്പോൾ കേരളത്തിലുണ്ട്. അത് നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യോമഗതാഗതം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തുറമുഖം. ഇപ്പോൾ അടുത്ത കാലത്ത് കമ്മീഷൻ ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം തിരുവനന്തപുരത്ത്. അതിലൂടെ കേരളത്തിൽ ലഭിക്കാൻ പോകുന്ന തൊഴിലവസരങ്ങൾ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിനാണ്. കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പോർട്ട് എന്ന് പറയുന്നത് കൊച്ചി പോർട്ടാണ്, കൊച്ചി തുറമുഖം. കൊച്ചി തുറമുഖം കേരളത്തിലെ ഇമ്പോർട്ട് എക്സ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ചു വരുമ്പോഴാണ് ഇപ്പോൾ നമുക്ക് വിഴിഞ്ഞത്തെ ഒരു തുറമുഖം വരുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു തുറമുഖമാണ്. അതുവഴി ലഭിക്കാൻ പോകുന്നതായിട്ടുള്ള ഫെസിലിറ്റീസ് കണക്കാക്കി നോക്കിയാൽ ഒരു വർഷം ഏതാണ്ട് 30,000 കോടി രൂപയുടെ നേട്ടം കേരളത്തിന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. 10,000 പേർക്ക് നേരിട്ട് തൊഴിലും 30,000 പേർക്ക് അനുബന്ധ തൊഴിലുകളും നൽകുന്നതിനായിട്ടും ഈ പോർട്ടിന് സാധിക്കും. അപ്പോൾ വ്യോമഗതാഗത രംഗം പോലെ തന്നെ ഈ തുറമുഖ വഴിയിട്ടുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ തുറമുഖത്തിനെ ഡെവലപ്പ് ചെയ്യുന്നുള്ള പ്രവർത്തനങ്ങളും കേരളത്തിൽ വളരെ ശക്തിയായിട്ട് പുരോഗമിച്ച് വരുന്നതായിട്ട് കാണാം. മത്സ്യബന്ധനം പോലെയുള്ള വിഷയങ്ങളും കേരളം ഇപ്പോൾ വളരെ മുന്നിലാണ്. മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾക്ക് ധാരാളം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾ ഭൂരിഭാഗവും സാധാരണക്കാരാണ്. അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടതായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ മേഖലകൾ എടുത്താലും കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പുരോഗതി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ പുരോഗതികൾക്ക് നേരെ നമുക്ക് കണ്ണടയ്ക്കാനായിട്ട് സാധിക്കത്തില്ല. അത്തരം പുരോഗതികൾ വീണ്ടും തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3ാം പിണറായി സർക്കാരിനുള്ള സാധ്യതയുണ്ട്. ഒരു ഭരണ തുടർച്ച തീർച്ചയായിട്ടും ഉണ്ടാകും. ക്രിയാത്മകമല്ലാത്ത വിമർശനങ്ങളാണ് പ്രതിപക്ഷം പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രതിപക്ഷത്തിന് ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. എന്നാൽ വിമർശനം ക്രിയാത്മകമായിരിക്കണം. അത്തരം ക്രിയാത്മകമായ വിമർശനങ്ങളിലൂടെ ഗവൺമെൻറ്റിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുണ്ട്. എന്നല്ലാതെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്, വികസന പ്രക്രിയകളെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ, അതിനെ ഒബ്ജക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. ചില കാര്യങ്ങളിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അല്ലാതെ എന്തിനേയും എതിർക്കുക, ഏതിനേയും എതിർക്കുക, എതിർക്കാൻ വേണ്ടി മാത്രം ഒരു പ്രതിപക്ഷം എന്ന നിലയ്ക്കേക്കാണ് നീങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കേരളത്തിന് ദോഷമേ ചെയ്യത്തുള്ളൂ. നല്ല പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രതിപക്ഷമുണ്ടെങ്കിൽ ഇതിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. സാധാരണ ജനങ്ങളുമായിട്ട് എപ്പോഴും നിരന്തരം ബന്ധപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം കേരളത്തിലുണ്ട്. അതായത് മന്ത്രിമാരായാലും MLA മാരായാലും അവരെല്ലാം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുകയും അത് ഗവൺമെൻറ് ശ്രദ്ധയിൽ പെടുകയും പരിഹരിക്കാനാവുന്ന പ്രശ്നങ്ങളൊക്കെ അപ്പോൾ തന്നെ പരിഹരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് കേരളത്തിലെ ക്രമസമാധാന പ്രശ്നങ്ങളായാലും മറ്റ് സാമൂഹ്യ സുരക്ഷാ പ്രശ്നങ്ങളായാലും ലോ ആൻഡ് ഓർഡർ വിഷയങ്ങളായാലും എല്ലാം വലിയ പരാതികളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുകയും കേരളത്തിൽ ജനങ്ങൾക്ക് അഭിമാനകരമായ ഒരു ഭരണം കാഴ്ചവെക്കുകയും ചെയ്യുന്നതിൽ വിജയിച്ചാൽ തീർച്ചയായിട്ടും 3ാമതൊരു പ്രാവശ്യം കൂടി ഭരണത്തിലേറുവാൻ ജനങ്ങൾ അംഗീകാരം നൽകും. അതിന് യാതൊരു സംശയവും വേണ്ട. കാരണം ജനങ്ങൾക്ക് വലിയ അസംതൃപ്തിയൊന്നുമില്ല. പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന വിഷയങ്ങളല്ലാതെ മറ്റ് അസംതൃപ്തികളൊന്നുമില്ല. അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു പോകുന്നുണ്ട്. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട്, നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട്, ആരോഗ്യ സുരക്ഷ ലഭിക്കുന്നുണ്ട്, ഭക്ഷ്യസുരക്ഷ ലഭിക്കുന്നുണ്ട്, തൊഴിൽ ലഭിക്കുന്നുണ്ട്. ധാരാളം തൊഴിൽ മേഖലകൾ പുതുതായിട്ട് ഗവൺമെൻറ് തുറന്നിട്ടുണ്ട്. ഗവൺമെൻറ് മേഖലയിൽ PSC വഴി നടത്തുന്ന അപ്പോയിൻറ്റുകൾ മാത്രമല്ല, മറ്റ് സ്വകാര്യ മേഖലയുമായി സഹകരിച്ചുകൊണ്ട് ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിലൊക്കെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷ നിറവേറ്റാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരവസരം കൂടി ഈ ഗവൺമെൻറ്റിന് കേരളത്തിലെ ജനങ്ങൾ നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.